കടല 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 കടല. കടല എനിക്കിങ്ങ് വേണ്ട. ഗ്യാസാ? എന്താ റോഷ്നി നിന്റെ പ്രശ്നം? നീ എന്റെ പ്രശ്നം. നീ എന്താ എന്നെ മനസ്സിലാക്കാത്ത? എന്തൊക്കെ ചെയ്താൽ ഞാൻ തിരിച്ചു വരുന്നുള്ള അഹങ്കാരമില്ല നിനക്ക്? അതിനിപ്പോ എന്താ പറ്റിയത്? ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്ര പോയി, അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരൊറ്റ കുത്തുവെച്ചെന്നുണ്ടല്ലോ, നുണയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ എടുത്തോണ്ട് പോയിട്ട് 4 പേര് കൂടി കറങ്ങാൻ പോയേക്കുന്നു. നേര് പറഞ്ഞ നീ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചിട്ടാ? അവള് ഡ്രൈവ് ചെയ്തായിരുന്നു അല്ലേ? അത് അറിഞ്ഞു CBI. ഡ്രൈവിംഗ് സീറ്റിലെ മുടി കണ്ടു. നിന്റെ പ്രശ്നം ഞാൻ പറയട്ടെ, ബാക്കിയുള്ളവരൊന്നല്ല, പാറു. അവളല്ലേ നിന്റെ പ്രശ്നം. ഇതാ പറഞ്ഞത്, 2 മല തമ്മിൽ ചേരും, 4 എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ ഇഷ്ടപ്പെടുന്നതിന്റെ പകുതിയെങ്കിലും പോട്ടെ, അറ്റ്ലീസ്റ്റ് നോണ പറയാതെങ്കിലും ഇരുന്നൂടെ? ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാ ഞാൻ. നീ എഴുതുന്ന കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചു വരുമ്പോ എനിക്ക് അറിയാവോ? Veg sandwich with the cheese, carrot juice and French fries. Na 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 na. ready. ഒന്നാമത്തെ പ്രശ്നം ഇക്കെ അവളും തമ്മിൽ നല്ല ജോഡിയല്ല. കാഴ്ചയിലല്ല ഞാൻ പറഞ്ഞത്, പണം, സ്വഭാവം, എല്ലാത്തിലും ഒരു പൊരുത്തക്കേട്. ഓ, ഈ പൊട്ടനെ റോഷ്നി വെച്ച ജീവന. പിന്നെ അവളും സീരിയസാ. എന്തോന്ന് സീരിയസ്? ഇവന്റെ കഥകളൊക്കെ വായിച്ച ആരാധന മൂത്തുള്ള പരിപാടിയല്ലേ? നീ അത് മാത്രം പറയരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവളെ തന്നെ കെട്ടുകയും ചെയ്യും. ടോപ്പിക് മാറ്റ് മാപ്പിള സാറ് ரொம்ப സീരിയസ് ആയിട്ട്. maximum 3 days. Yeah. പൊളിച്ച. ആരടാ? ആരാ? Okay. Done. Okay. Thank you, sir. Bye. കസ്റ്റമർ അടി 30 ലക്ഷത്തിന്റെ ഒരു പോളിസി കെട്ടിയേപ്പിച്ചിട്ടുണ്ട്. ഈ മാസത്തെ ടാർഗറ്റ് തികഞ്ഞാലുണ്ടല്ലോ, ലോട്ടറിയാ മോനെ, ലോട്ടറി. മിടുക്കൻ. എത്ര കറങ്ങി നടന്നാലും അവൻ അവന്റെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഇവിടെ ചിലരുണ്ട്, നോട്ടം കണ്ടില്ലേ, ഒറ്റ കുത്തുവെച്ചാൻ തോന്നുന്നുണ്ട്. ഒരു പണി എടുക്കണ്ട, ചെലവിന് തരാൻ ഞാനുള്ള കൊണ്ട് രക്ഷപ്പെട്ടു. എടി, എഴുത്ത് എന്ന് പറയുന്ന സാധനം പിടിച്ചു കുലുക്കുമ്പോ വരുന്നതല്ല, മൂഡ് വേണം, മൂഡ്. ഒലക്കേട. പബ്ലിഷ് ചെയ്ത കഥയുടെ പൈസ വരുമ്പോ അന്ന് തന്നെ നിന്റെ കട ഞാൻ തിരിച്ചു തരും. അത് നിന്റെ മറ്റവ കൊടുത്താ മതി. എഴുത്താശാൻ ഒന്നും ചെയ്യണ്ട, നല്ല സുന്ദരൻ കഥകൾ എഴുതിയാ മതി. ആജീവനെന്ന ചെലവിന് ഞാൻ തന്നോളാം. ഉത്തരവ്. ഒന്ന് വാടേ. എന്നും വരുന്നോണ്ട് മുറ്റത്തെ മുല്ലേക്ക് സ്മെല്ലൊന്നും ഇല്ലടേ. നോ ഡാർലിംഗ്, ഒരു മിനിറ്റ്. മണിക്കൂർ 1 So, hello Mr. Pereira. എന്റെ ഈ മുതല കുഞ്ഞുങ്ങൾക്ക് വിഴുങ്ങാൻ ഇന്നെന്താണ് സ്പെഷ്യൽ? വെജ് സാൻഡ്വിച്ച് വിത്ത് ചീസ്, കാരറ്റ് ജ്യൂസ്. ആഹാ മോനെ, നീ ആടാ ചേച്ചിയുടെ ശരിക്കുള്ള ആരാധകൻ. താങ്ക് യു. നീ ഗിറ്റാർ താഴെ വെക്കില്ലേ, കാരണം എന്റെ കവചമണ്ഡലം പോലെ ഇതും തൂക്കി നടന്നിട്ട് നടുകൂനി പോ. നോക്കിക്കോ മോനെ, 2 കാര്യങ്ങൾ പറയാണ്ട്. ഒന്നാമത്, ഇത് ഗിറ്റാർ അല്ല, യൂക്കലേലയാ. ഇത് ഐറ്റം വേറെ. രണ്ടാമത്, കർണന്റെ കവച മണ്ഡലം അല്ല, കവച കുണ്ടലം. കുറുക്കന്റെ കൂ. പിന്നെ ആഫ്റ്റർ ഓൾ നീ അല്ലല്ലോ, ഞാനല്ലേ ഇത് ചുമക്കുന്നേ. അപ്പൊ മിസ്റ്റർ പെരേര, വാട്ട് സ്പെഷ്യൽ? ഇല്ലെങ്കിൽ മാസടവില്ലാത്തൊരു ഇൻഷുറൻസ് വരുന്നുണ്ട്. ഞാൻ പറയാം വിശദമായിട്ട്. എടി അച്ചായത്തി, നിന്റെ ഈ കുരിശുമോതിരം മാത്രം മതിയടി നിന്നെ തിരിച്ചറിയാൻ. ഓഹോ, നീ എന്താ ഇവിടെ? പിന്നെ ഇത് നിങ്ങൾക്ക് മാത്രം വന്നിരിക്കുന്ന സ്ഥലമല്ലേ, ഞങ്ങളും കൂടി ഒന്ന് ഇരുന്നോട്ടെ സാറേ. ജോണിച്ചൻ അല്ലേ? ഹേയ്, ഇവിടത്തല്ലേ ഇന്ന്? ഒരാഴ്ചയായിട്ട് ഇവളെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവളെങ്ങനെ കല്യാണം കഴിഞ്ഞ എന്നെ മുടിപ്പിക്കോ? ചാൻസ് ഉണ്ട്. എല്ലാവരും പരിചയപ്പെട്ടോ, ഇതാണ് എന്റെ വുഡ് ബി ജോണി സഗ്രിയ, മാധ്യമ പ്രവർത്തകനാ, സൂക്ഷിച്ചോണേ. ഹലോ, പോൾ സെഞ്ചുറിയൻ. ഹായ്, ഫസൽ.
ആഹാ, എന്താ ഹായ് ചിരി. വർഗീസ് പണിക്കർ. വർഗീസ് പണിക്കരോ? ആ, സങ്കരയിന. ആ, പിന്നെ ഇവരെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പറ്റം തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുടെ സന്നദ്ധ സംഘടനയാണ്. സിനിമാ കമ്പനി എന്നാണ് നാട്ടുകാരിട്ടിരിക്കുന്ന പേര്. ദേ, ഈ ജോണി ചിൻഡ്രമോൻ സിനിമാക്കാരനാട്ടോ അല്ലേ? മതിയടി, അവരോട് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ഞങ്ങളൊപ്പം കൂടുന്നോ? അത് പിന്നെ ആവാലോ. തൽക്കാലം ഞാൻ ഈ അച്ഛന്റെ കാശ് ഒന്നും മുടിപ്പിച്ചോട്ടെ. ആ, അതെ, ഇന്ന് വൈകുന്നേരത്തെ ഫംഗ്ഷൻ ഇവരെ കൂടി വിളിച്ചോണം. അങ്കിൾ പ്രത്യേകം പറഞ്ഞതാ. എന്ത്? Okay, ഓക്കെ, bye. അപ്പൊ Okay. ഞങ്ങൾ അപ്പുറത്തുണ്ട്. Okay, bye. എക്സ്ക്യൂസ് മീ ജോണിക്കുട്ടി, ഇവിടെ അടുത്താണോ താമസം? ഏത് പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്? പത്രത്തിലല്ല, ചാനലില. ജോണി കുട്ടി, വിട്ടോടാ. ഇത് മറ്റേതാ, ഇൻഷുറൻസ്. നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. ശരി. നല്ല ജോഡി. അപ്പൊ നിനക്ക് നല്ല ജോഡികളെ കണ്ടാലും തിരിച്ചറിയാം അല്ലേ? അതെ, ഞാൻ പറയാൻ വിട്ടുപോയതാ. ഇന്ന് ഓണറങ്കിളുടെ ആന്റിയുടെയും 40th വെഡിങ് ആനിവേഴ്സറിയാ. നിങ്ങളെയും വിളിച്ചോണ്ടല്ലെന്ന് ഓർഡർ. വന്നോണേ. അപ്പൊ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നോ? തിന്നാ മാത്രം പോരാ, കാര്യോ അറിയണം. ഉഫ്, അത് ആന്റിയുടെ ബർത്ത്ഡേ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി. ആ, വന്നോണേ. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. മാതാവേ, അവിടുന്ന് ഈ ദാസന് പതിവ് പോലെ ദർശന സുഖം നൽകണമേ. ഈ കാര്യത്തിന് മാത്രം ദൈവവിശ്വാസിയായവനോടൊന്നും ഒരിക്കലും ദേഷ്യം തോന്നരുതേ. ആമീൻ. കോർപ്പറേഷൻ ഉടക്കട വണ്ടി, കൊതുവെല്ലാം ചാവട്ടെ. മിസ്റ്റർ പോൾ, മുന്നിലൊരു വളമുണ്ട്. ദർശന സുഖം മതിയേ. Those days I was strong, very strong, because I was a military man. 15 മുട്ടയുടെ വെള്ളയും പുഴുങ്ങിയ 3 ഏത്തപ്പഴവും ഓട്സുമായിരുന്നു എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ചിട്ടയായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം. യുനോ, അന്ന് എനിക്ക് മാത്രമേ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ജർമ്മനിയിൽ നിന്ന് പ്രത്യേകം പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്തതാണ്. ആ ബുള്ളറ്റിൽ ഞാൻ വലിയ ശബ്ദത്തിൽ ചെത്തിയടിച്ച് എല്ലാ ദിവസവും വൈകിട്ട് ഒരു കറക്കമുണ്ട്. ഈ ആന്റി അന്നവിടെ മിലിറ്ററി നേഴ്സാ. അവിടുത്തെ പെണ്ണുങ്ങൾക്കെല്ലാം ഞാനൊരു ഹരമായിരുന്നു. എ സ്ട്രോങ്, ഹാൻഡ്സം ആൻഡ് ചാർമിംഗ് ബോയ് ലൈക്ക് Amitabh Bachchan. She was also a beauty queen like Sharmila Tagore. And we fell in love with each other. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഗോദ്രയിലാണ് സെറ്റിൽ ചെയ്തത്. ബട്ട് ദാറ്റ് വാസ് എ റോങ് ഡിസിഷൻ. മകന് 4 വയസ്സ് പ്രായം. ആൻഡ് ഷി വാസ് ക്യാരിയിങ് അഗെയിൻ. അന്ന് അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ് നടന്നു. In 1984 March, around 150 people were brutally killed and we also suffered. We lost our child. ആ കലാപത്തിന്റെ നടുവിലെവിടെയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു. It has been 25 years now and still we are hopeful. അവൻ വരും. അപ്പോ ആന്റി ക്യാരി ചെയ്ത രണ്ടാമത്തെ കുട്ടിയോ? മകനെ നഷ്ടപ്പെട്ട ഷോക്കിൽ ആ കുട്ടി അബോട്ടായി. സച്ച് ഹോറിബിൾ ഡേയ്സ്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് വിഷമമില്ല. ഈ പെൺകുട്ടികളെ പേയിങ് ഗസ്റ്റുകളായിട്ടല്ല, ഞങ്ങളുടെ സ്വന്തം മക്കളായിട്ടാണ് കാണുന്നത്. What? Nothing. Then why are you laughing at me? എന്റെ അങ്കിളെ ഈ കഥ 15ാമത്തെ പ്രാവശ്യം കേൾക്കുന്നത്. ഓരോ തവണ പറയുമ്പോൾ ഓരോ പൊടിപ്പും തൊങ്ങലും കൂടും. ഈ മിലിറ്ററിക്കാരെല്ലാം നുണയന്മാരാ. ഞാൻ എന്ന് നുണയാ പറഞ്ഞത്? ഞാൻ അമിതാഭ് ബച്ചനെ പോലെ അല്ലായിരുന്നോ? Come, I will show you my pictures, idiot. അയ്യോ, അതൊരു 400 പ്രാവശ്യം കണ്ടിട്ടുണ്ട് അമിതാഭ് ബച്ചൻ തന്നെ. ഇന്ന് പറഞ്ഞപ്പോ ഒരു ബുള്ളറ്റ് പുതുതായി കറിയാലോ, അതെവിടുന്നാ? No, ബുള്ളറ്റ് എനിക്ക് ഉണ്ടായിരുന്നു, ഇമ്പോർട്ടഡ് ഫ്രം ജർമ്മനി. പിന്നെ പട്ടാളക്കാരെല്ലാം ജർമ്മനിയിൽ നിന്ന് ബുള്ളറ്റ് ഇമ്പോർട്ട് ചെയ്ത് ഓടിച്ച് കളിക്കല്ലേ. ഒന്ന് പോവന്റെ അങ്കിളെ. പോടാ നിൽക്കോലി. തിന്നുന്നല്ല എല്ലിന്റെ ഇടയിലേക്കാ പോകുന്നത്, ബുദ്ധിയിലേക്കല്ല. 10 പൈസക്ക് വിവരമില്ലാത്ത. ഓ, തല്ലുകൂടാതെ ഇരിക്കുന്നുണ്ടോ? ബിഹേവ് യുവർ സെൽഫ്. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ജോണിച്ച, ഇത് ഇവിടെ പതിവ്, കാര്യാക്കണ്ട. വാ, ഡിന്നർ റെഡി ആയി, കഴിക്കാം. പടാ. യെസ്. ശോഭിക്കുന്ന യൗവനം മിസ്റ്റർ അമിതാഭ് ബച്ചൻ, വരൂ നമ്മൾക്ക് ഒരുമിച്ചിരിക്കാം. 15 മുട്ടയുടെ വെള്ള കഴിക്കണ്ടേ? പോടാ കാട്ടമാക്കാനെ, നിന്റെ താടി ഞാൻ പഠിച്ചെടുക്കും ഒരു ദിവസം. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. മിലിറ്ററിയിൽ ചെരപ്പായിരുന്നല്ലേ പണി.
മൂന്നര അടിയുള്ള ആൾക്കാർക്ക് പിന്നെ വേറെ എന്ത് പണി കിട്ടാൻ? தாய்மார்களே தந்தைமார்களே நண்பர்களே நேர்களே இந்திய தொலைக்காட்சிகளில் முதல் முறையாக மலையாளத்தின் நண்புடன் டைரக்டர் വർഗീസ് പണിക്കരൻ ഇയക്കത്തിൽ വന്ന ഷോർട്ട് ഫിലിം ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ പണിക്കര് ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിം മൊമെന്റ്സ് ഓഫ് ലൈഫ് സൗത്ത് ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ ബെസ്റ്റ് എൻട്രി ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കൺഗ്രാറ്റ്സ് ഡ്യൂഡ്. താങ്ക്സ് ബഡി. ഞങ്ങൾ 3 പേരുടെയും വക ഒരു സ്പെഷ്യൽ അവാർഡ് പണിക്കർക്ക് കൊടുക്കുകയാണ്. സോ മിസ്റ്റർ പണിക്കർ പ്ലീസ് കം ഓൺ ദി ഡയസ്. Uncle, Yes. please. Oh, it's beautiful. And the award for the best short film of the year 2008, the Oscar goes to Mr. Varghese Panikkar.